السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അഅറാഫ് 55 മുതലുള്ള വചനങ്ങളിലേക്ക്. പ്രപഞ്ചവും അതിലുള്ള സകലതിനെയും സൃഷ്ടിച്ച അള്ളാഹുവിനാണ് സൃഷ്ടികളോട് കൽപ്പിക്കുവാനുള്ള പൂർണ്ണ അധികാരം. ആ കൽപ്പനകൾക്ക് വിധേയമായിട്ടാകണം മനുഷ്യ ജീവിതം എന്ന് മേൽവചനങ്ങളിൽ അള്ളാഹു ഉണർത്തിയിരുന്നു. മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ ഏതൊരാവശ്യങ്ങളും അള്ളാഹുവോട് ചോദിക്കാവുന്നതാണ്. പ്രാർത്ഥന അതൊരു ആരാധന കൂടിയാണ്. സൃഷ്ടികൾ അള്ളാഹുവോട് ചോദിക്കുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ചോദിച്ചയാൾക്ക് ഒന്നും നൽകാതെ മടക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ചിലരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്നവകൾ ഗുണകരമാണോ ദോഷകരമാണോ എന്ന രഹസ്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ചില കാര്യങ്ങൾ നൽകാതിരിക്കുന്നതിലാണ് നന്മയുള്ളത്. ഉത്തരം ലഭിക്കാൻ കാലതാമസം നേരിടുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യന് പ്രാർത്ഥന എന്ന ആരാധനയുടെ പ്രതിഫലം നന്മ ലഭിക്കാതിരിക്കില്ല. ഏറ്റവും അനുയോജ്യമായ സന്ദർഭത്തിൽ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതുമാണ്. നാം കഴിക്കുന്ന ആഹാരം, ധരിക്കുന്ന വസ്ത്രം തുടങ്ങിയവകളെല്ലാം സംശുദ്ധവും നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ചവകളുമാകണം. അല്ലാതിരുന്നാൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് അത് തടസ്സമായി തീരും. ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഒരു കാര്യം പലതവണ ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് നീരസവും പ്രയാസവും അനുഭവപ്പെടുന്നു. ഒരുപക്ഷെ കോപിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ഒരു കാര്യം തന്നെ അനേകം തവണ അള്ളാഹുവോട് ചോദിക്കുമ്പോൾ ആ വ്യക്തിയോടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് സൃഷ്ടികളോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഭക്തിയോടും വിനയാന്വിതവുമായിട്ടാകണം അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ. അള്ളാഹു നമ്മോട് സമീപസ്ഥനാണ് എന്ന് പ്രത്യേകം ഓർക്കുക. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ചെറുതും വലുതുമായ ഏതൊരാവശ്യവും പൂർത്തീകരിച്ച് തരേണ്ടത് അള്ളാഹുവാണെന്ന ദൃഢവിശ്വാസത്തോടെയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും താഴ്മയോടെയും വിനയത്തോടെയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. 55 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. താഴ്മയോടുകൂടിയും രഹസ്യമായും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. പരിധി വിട്ടു പോകുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെയില്ല. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വദ്ഉഹു ഖൗഫൻ വതമഅ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത്. ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥമാകുന്നു. കാലാകാലങ്ങളിൽ മനുഷ്യർക്ക് സത്യമാർഗം ഉത്ബോധിപ്പിക്കുവാനായി മനുഷ്യ സമൂഹത്തിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. വേദങ്ങളും നൽകി. സത്യം, ധർമ്മം, നീതി തുടങ്ങിയ മൂല്യങ്ങളിലാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. ഇത്തരം നന്മകളിലാണ് മനുഷ്യകുലം ആരംഭിക്കുന്നത് തന്നെ. ലോകത്തിൻ്റെ പ്രകൃത്യാ ഉള്ള സ്വഭാവ ഘടനയും അതുതന്നെയാണ്. അള്ളാഹുവിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഇത്തരം അടിസ്ഥാന മൂല്യങ്ങളെ താറുമാറാക്കി നാശം വരുത്തി വയ്ക്കരുതെന്ന് മനുഷ്യ സമൂഹത്തെ താക്കീത് ചെയ്യുന്നു ഈ വചനങ്ങളിലൂടെ. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയിൽ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിക്കുന്നവരാകണമെന്നും നിർദ്ദേശിക്കുന്നു ഇവിടെ. തീർച്ചയായും അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവർക്ക്, അതായത് സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥമാണ് എന്ന സന്തോഷവാർത്തയും നൽകുന്നു അള്ളാഹു. വഹുവല്ലദീ യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിതിൻ ഫഅൻസൽനാ ബിഹി
فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون. അവനത്രേ തൻ്റെ അനുഗ്രഹത്തിന് മുമ്പ്, അതായത് മഴയ്ക്ക് മുമ്പായി സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവൻ. അങ്ങനെ അവ, അതായത് കാറ്റുകൾ, ഭാരിച്ച മേഘത്തെ വഹിച്ചു കഴിഞ്ഞാൽ നിർജീവമായ വല്ല നാട്ടിലേക്കും നാം അതിനെ നയിച്ചു കൊണ്ടുപോവുകയും എന്നിട്ടവിടെ വെള്ളം ചൊരിയുകയും അതുമൂലം എല്ലാത്തരം കായ്കനികളും നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അതുപോലെ നാം മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവരായേക്കാം. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ കദാലിക നുസർരിഫുൽ ആയാതി ലിഖൗമിൻ യശ്കുറൂൻ. നല്ല നാട്ടിൽ അതിലെ സസ്യങ്ങൾ അതിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതിയോടെ നന്നായി മുളച്ചു വളരുന്നു. എന്നാൽ മോശമായ നാട്ടിൽ ശുഷ്കമായി കൊണ്ടല്ലാതെ സസ്യങ്ങൾ മുളച്ചു വരികയില്ല. അപ്രകാരം നന്ദി കാണിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിവിധ രൂപത്തിൽ വിവരിക്കുന്നു. മഴമേഘങ്ങളുടെ സഞ്ചാരം അത് കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ്. കാറ്റിൻ്റെ ഗതിവിഗതികൾ ഒക്കെയും പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളാണ്. ഭൂമിയിലെ ചില പ്രദേശങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇനി ഒരിക്കലും അവിടെ സസ്യങ്ങളോ പുല്ലുകൾ പോലുമോ മുളയ്ക്കില്ല എന്ന്. അത്രയേറെ ഉണങ്ങി വരണ്ടിട്ടുണ്ടാവും അവിടം. എന്നാൽ ഒരു മഴ ലഭിക്കുന്നതോടുകൂടി ചിത്രം ആകെ മാറുകയാണ്. ഇപ്രകാരം തന്നെയാണ് മരണപ്പെട്ട് സകലതും ജീർണിച്ച് ശൂന്യതയിലേക്ക് മറഞ്ഞവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അത് സൃഷ്ടാവിനെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമേ അല്ല. ചില പ്രദേശങ്ങളിൽ എത്ര മഴ ലഭിച്ചിട്ടും കാര്യമായ മാറ്റമൊന്നും സംഭവിക്കുകയില്ല. അപ്രകാരം തന്നെയാണ് ചില മനുഷ്യരുടെ ഹൃദയങ്ങളും. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളോ വേദഗ്രന്ഥങ്ങളിലെ ഉത്ബോധനങ്ങളോ അവരിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ചില പ്രദേശങ്ങളെ മഴ ഹരിതാഭമാക്കുന്നത് പോലെയാണ് മറ്റു ചിലരുടെ ഹൃദയങ്ങൾ. അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾ അവരുടെ മനസ്സുകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കും. അത് കിളിർക്കുകയും തളിർക്കുകയും പുഷ്പിക്കുകയും ചെയ്യുന്നു. പൂർവകാല പ്രവാചകന്മാരുടെ നിയോഗങ്ങളെ ആ സമൂഹം എപ്രകാരമാണ് വരവേറ്റത്, അവരോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് പുതിയ തലമുറകൾക്ക് പഠിപ്പിച്ചു തരുവാൻ വേണ്ടി ചില മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നു അള്ളാഹു തുടർന്നു വരുന്ന വചനങ്ങളിൽ. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുവീൻ. അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല. തീർച്ചയായും ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഖാലൽ മലഉ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ. അദ്ദേഹത്തിൻ്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, തീർച്ചയായും നീ പ്രത്യക്ഷമായ ദുർമാർഗത്തിലാണെന്ന് ഞങ്ങൾ കാണുന്നു. ഖാല യാ ഖൗമി ലൈസ ബീ ളലാലത്തുൻ വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, എന്നിൽ ദുർമാർഗമൊന്നുമില്ല, പക്ഷെ ഞാൻ ലോകരക്ഷിതാവിങ്കൽ നിന്നുള്ള ദൂതനാകുന്നു. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വഅൻസഹു ലക്കും വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയും നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുകയുമാകുന്നു. നിങ്ങൾക്കറിയാത്ത പലതും അള്ളാഹുവിങ്കൽ നിന്ന് ഞാൻ അറിയുന്നുമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമയ്ക്ക് ശേഷം വന്ന ആദ്യ റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമയുടെ 9ാമത്തെ പിതാവാണ് ആദം അലൈഹിസ്സലാം. അവർ തമ്മിലുള്ള കാലദൈർഘ്യവും അത്രമാത്രമേ ഉള്ളൂ. മെസപ്പൊട്ടേമിയയാണ് നൂഹ് നബി അലൈഹിസ്സലാമയുടെ നാട്. ഇറാഖിലെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള ഒരു പ്രദേശമാണിത്. മനുഷ്യ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ഏറ്റവും
പുരാതന കേന്ദ്രവും ഇവിടമായിരുന്നു. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് മറ്റു വസ്തുക്കളെ ദൈവങ്ങളാക്കി ആരാധിക്കാൻ ആദ്യമായി തുനിഞ്ഞതും ഇവർ തന്നെയായിരുന്നു. അവർ വല്ലാതെ അതിരുവിട്ട സന്ദർഭത്തിലാണ് നൂഹ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു അവരിലേക്ക് നിയോഗിക്കുന്നത്. സുദീർഘമായ ഒരു കാലയളവ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി. ഏറ്റവും കൂടുതൽ ദീർഘായുസ്സും അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ അദ്ദേഹത്തെപ്പോലെ യാതനകളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്ന മറ്റൊരു പ്രവാചകനുമില്ല എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ശക്തമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും യാതൊരു വസ്തുവേയും നിങ്ങൾ ആരാധിക്കരുതെന്ന് ആ ജനതയെ അദ്ദേഹം താക്കീത് ചെയ്തു. ഇത് നിരാകരിച്ചാൽ ഭയങ്കരമായ ശിക്ഷ നിങ്ങളിൽ വന്നു ഭവിക്കുമെന്ന മുന്നറിയിപ്പും നൽകി. ആ ജനതയും അവരിലെ നേതാക്കളും നൂഹ് നബി അലൈഹിസ്സലാമയെ പൂർണ്ണമായും തിരസ്കരിക്കുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്ക് യാതൊരു ഫലവും കണ്ടെത്താനായില്ല. ആ സന്ദർഭത്തിലാണ് അതിശക്തമായ ജലപ്രളയം ആ സമൂഹത്തെ ആകമാനം പിടികൂടുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും കപ്പൽ മാർഗം അള്ളാഹു രക്ഷപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന്റെ വിശദമായ വിവരണങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വിവേചനം അവിടെ സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ കന്നാൻ പോലും ആ ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. അന്ധരായ ജനത എന്നത് സത്യം കാണാൻ കഴിയാതിരുന്നവർ എന്നാണ്. തൗഹീദ്, പ്രവാചകത്വം, പരലോകം എന്നിവ ഗ്രഹിക്കുന്നതിൽ അവരുടെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചു എന്ന് അൽ ബഹറുൽ മുഹീത്ത് 4:323 വിവരിക്കുന്നു. അവഅജിബ്തും അൻ ജാഅകും ദിക്റും മിർ റബ്ബികും അലാ റജുലിൻ മിൻകും ലിയുൻദിറകും വലിതത്തഖൂ വലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിനു വേണ്ടിയും നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെടുന്നതിനു വേണ്ടിയും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ഉത്ബോധനം നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷനിലൂടെ നിങ്ങൾക്ക് വന്നു കിട്ടിയതിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ഫകദ്ദബൂഹു ഫഅൻജയ്നാഹു വല്ലദീന മഅഹു ഫിൽ ഫുൽകി വഅഗ്റഖ്ന അല്ലദീന കദ്ദബൂ ബിആയാതിനാ ഇന്നഹും കാനൂ ഖൗമൻ അമീൻ. എന്നാൽ അവർ അദ്ദേഹത്തെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിയവരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. തീർച്ചയായും അവർ അന്ധരായ ഒരു ജനതയായിരുന്നു. ഓരോ സമൂഹത്തിനും അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാരെയാണ് അള്ളാഹു നിയോഗിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ അധ്യാപനങ്ങളും മുന്നറിയിപ്പുകളുമെല്ലാം അവഗണിക്കുകയും അദ്ദേഹത്തെ കളവാക്കുകയും ചെയ്ത ആ സമൂഹത്തിന് നേരിടേണ്ടി വന്നത് അതിദയനീയമായ പര്യവസാനമായിരുന്നു. ഹൃദയങ്ങളിൽ അന്ധത ബാധിച്ച അവർക്ക് സത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെ അവർ തീരാ നഷ്ടത്തിൽ അകപ്പെടുകയും ചെയ്തു. സൂറത്തുൽ അറാഫ് 55 മുതൽ 64 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 65 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.